പിന്നെ ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, ലവ് മാരേജ് ഉണ്ട്. ഈ ലവ് മാരേജ് എന്നുള്ള ഒരു സംഭവത്തിൽ ഇല്ലെങ്കിൽ ലവ് എന്നുള്ളൊരു സംഭവത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിട്ട് ഒരു 2, 3, 4, 5 വർഷം ഉണ്ടാവും. മേഡം ആദ്യം പറഞ്ഞു വിവാഹത്തിന് മുമ്പുള്ള ഇത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോ ഇവര് 18 വയസ്സ് മുതൽ ചിലപ്പോൾ പ്രേമിക്കുന്നതായിരിക്കാം. അങ്ങനെ വരുമ്പോ ഈ ഒരു സെക്സ് എന്നുള്ളൊരു സംഭവം എങ്ങനെയാണ്? അതിന്റെ പറഞ്ഞ ഭയങ്കര കോമഡിയാ. ഇവര് പ്രേമിക്കുമ്പോ ചക്കര അടയും പോലെ ഭയങ്കര സ്നേഹമായിരിക്കും. ചിലത് തുടക്കത്തിലേ അടിച്ചു പിരിയും. ഇവൻ കുറച്ച് സ്വാർത്ഥതയുള്ളവനായിരിക്കും, അവൾക്കിതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവൾ കുറച്ച് ഫ്രീ മെൻറ്റാലിറ്റി ഉള്ളവളായിരിക്കും. നീ ഇന്നാരെയെ വിളിച്ചേ, അല്ലെങ്കിൽ പുള്ളിക്കാരി ചോദിക്കും നീ ഇന്നാരെയെ വിളിച്ചേ, നീ അങ്ങനെ ഇങ്ങനെ. അത് അവിടെ കൊണ്ട് ചിലപ്പോൾ ഫ്ലോപ്പായി പോകും. ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ടും രണ്ടുപേരും കൂടെ ഒരു കുഴിയിലേ ചാടുള്ളൂ, ചത്ത് പോകുമെന്നുള്ള രീതി വന്നിട്ട് ഇവർ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ആദ്യത്തെ ഒരു വർഷമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിപ്പോവും. വീട്ടിൽ വന്നിട്ട് കുടുംബ ബന്ധങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പൈസയും മൂല്യമുണ്ട്. പൈസയുടെ ഇത് കുറയും. അവൾക്ക് ചുരിദാർ വാങ്ങിക്കണം, അവൾക്ക് മേക്കപ്പ് സെറ്റ് വാങ്ങിക്കണം, അങ്ങനെ വാങ്ങിക്കണം, ഇങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവന് കിട്ടുന്ന ശമ്പളം അവർക്ക് തികയുന്നുണ്ടാവില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്കിടയിൽ പിന്നെ 2 മുറിയിലായി ഉറക്കം. ഇത് വേണ്ടായിരുന്നു എന്ന് പറച്ചിലായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, അത് അടിച്ച് പിരിഞ്ഞു. പിന്നെ ചിലതുണ്ട് കല്യാണം കഴിക്കുന്നത് ചിലപ്പം ഇതിന് മുന്നേ ഉള്ള റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി കഴിയുമ്പോൾ ഇവളെ എങ്ങനെയും കെട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കും. അതൊന്നും എങ്ങും ചെന്നെത്തൂല. മനസ്സിലാവുന്ന ഇതൊന്നും അല്ലാണ്ട് നമ്മൾ വീക്ഷിക്കുക. ഒരാളുടെ സ്വഭാവം എന്താണ്, തൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക. അതുപോലെ താൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനകത്തിലൊരു റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ പരസ്പരം താൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഞാനെന്ത് ശരി, ഇതെനിക്ക് ചിലപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലതായിരിക്കും, എൻ്റെ ഒരു എനിക്കൊരു പങ്കാളിയായിട്ട് വന്ന നല്ലതായിരിക്കാം. അങ്ങനെ മനസ്സിലാക്കി കെട്ടുവാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതായിരിക്കും. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചത് അതല്ല. അതായത് ഇപ്പൊ ലവ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം, അത് വിവാഹത്തിന് മുമ്പ് ലവ് മാത്രമേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല, താലി കെട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ, തെറ്റാണ്. എന്നാലും അത് തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തെറ്റാണ്. ഇപ്പൊ നീ പറയുന്നതും തെറ്റാന്ന് പറയും എല്ലാവരും. പക്ഷെ ഞാനീ പറയുന്നത് ഇരുത്തി കേട്ട് കഴിഞ്ഞാൽ പറയും ശരി, ഇവര് എവിടൊക്കെയോ എന്തൊക്കെയോ കൊള്ളിച്ച് പറയുന്നത്, എന്നെയാണോ ഉദ്ദേശിച്ചെന്നുള്ള ചിന്താഗതി വരും. പക്ഷെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് ആവുന്നത് ഈ ഒരു ആഗ്രഹം കൊണ്ടും കൂടി ഉണ്ടാവില്ല ആളുകൾ. സെക്സ് അതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എന്താണ് ആഗ്രഹം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലവ് എന്നൊരു സംഭവം അല്ല. ലവ് എന്താണ്? ഇപ്പോഴത്തെ കാലത്തെ പിള്ളേര് ഈ അവിടെ ഇവിടെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഹോസ്റ്റലിലൊക്കെ വന്ന് നിൽക്കുന്ന പിള്ളേർ സെറ്റ് പയ്യന്മാരുമായിട്ട് ഞാൻ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. വൈകിട്ട് ഒരു 6 മണി കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മരത്തിൻ്റെ ചോട്ടി കാണും. പിന്നെ ഈ മസാജ് സെൻ്ററിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നത്, അവർ തന്നെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഒഴിച്ചില്ല, പിടിച്ചില്ല, ഉമ്മ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടാൽ പോലും ഇവർക്ക് അതിൽ പ്രശ്നമില്ല. ശരിയാണ്. ഇവർക്കതിൽ പ്രശ്നമില്ല. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്ത് നിന്നുണ്ട് ഒരു പെണ്ണും ചെറുക്കന് കെട്ടിപ്പിടുത്തം തന്നെ വെട്ടിപ്പിടുത്തം. പിന്നെ ഉടുപ്പിനകത്ത് കൂടെ കൈകേറ്റിലായി. എന്നാൽ പ്രായമുള്ള ആൾക്കാർ കണ്ടു, അല്ലെ വേറൊരു വ്യക്തി കാണുന്നു. അങ്ങനൊന്നും ഒരു നാണക്കേടും ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോഴത്തെ കാലത്ത്. പിന്നെന്ത് ചെയ്യാനാ? നമ്മളോടുള്ള പല പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പടമൊന്നും എടുത്ത് കാണേണ്ട ആവശ്യം വരുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ പോലീസുകാർ ചോദിക്കുമ്പോ സദാചാരമായി, പ്രശ്നമായി, എല്ലാം കൊണ്ട് പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് പ്രശ്നങ്ങൾ വരും. ചേച്ചി എന്താ അങ്ങനെ പറയുന്നത്?